ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മളിങ്ങനെ ലൈവ് ഡിസ്കഷനുമായിട്ട് വരുന്നത്. എല്ലാവരും ഓരോരോ തിരക്കിലായി പോയി, അത് കാരണമാണ്. പക്ഷേ എൻക്വയറീസിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല, അത് കാരണമാണ് എന്തായാലും ഒരു ലൈവ് പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാവരും കൂടി ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങളൊക്കെ എപ്പോഴും കുറേ പേരൊക്കെ ചോദിക്കുന്നതും ആലോചിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് സമയമില്ല. ഓക്കെ, ഞാൻ ആദ്യം പറയട്ടെ. ഞാൻ ഒരു ബിസിനസ് ചെയ്യുന്നതും ഞങ്ങൾ എല്ലാവരും ഒരേ ബിസിനസ് ചെയ്യുന്നതും ലൈക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് കുറെ പേർക്ക് അറിയാം. അതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ആണ്. എന്നെ അറിയാത്തവർക്ക്, ഞാൻ സോണിയ. ഞാൻ 2 കുട്ടികളും ഹസ്ബൻഡും ആയിട്ട് കാനഡയിലാണ്, ആൽബർട്ടയിലാണ്. അപ്പം ഇപ്പൊ ഒരു മെന്ററാണ്. പിന്നെ ബാക്ക് ഹോം ഒരു ആക്ട്രസ് ആയിരുന്നു. ഇതൊക്കെയാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട്. ഇന്ന് ഡിസ്കഷനിൽ കൂടെ വന്നിരിക്കുന്നത് വിനീത, ചിഞ്ചു, സിബി, പ്രീതി ആൻഡ് ജീനു. ഹായ് എല്ലാവർക്കും. സോ ഞാൻ നേരത്തെ പറയാൻ വന്ന പോലെ ഇന്ന് നമ്മള് നിങ്ങളെല്ലാവരും ഈ ബിസിനസിനെ പറ്റി ഞങ്ങൾ കുറെ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടാവും. സോ കുറെ പേർക്കൊക്കെ ഇങ്ങനെ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു എക്സ്ക്യൂസ് ആണ്, ലൈക്ക് നമുക്ക് ടൈം ഇല്ല, ഇല്ലെങ്കിൽ പൈസ ഇല്ല, എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, ഇതൊന്നും ഇല്ലാതെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, ഇതാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. സോ നമ്മളൊക്കെ ഈ പൈസ ഉണ്ടായിട്ടാണോ ടൈം ഉണ്ടായിട്ടാണോ ഈ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതെന്നും ഇപ്പോഴും ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊക്കെ വേണോ നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം വിനീതയോട് ചോദിച്ചാലോ, എങ്ങനെയാണ് വിനീതയ്ക്ക് ടൈമും മണിയൊക്കെ ഉണ്ടായിട്ടാണോ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്? ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനീത. ഞാൻ ആൽബർട്ട, കാനഡയിൽ നിന്നാണ്. ഞാനൊരു അമ്മയാണ്. 2 years ആയിട്ട് ഈ ഒരു ബിസിനസ് റൺ ചെയ്യുന്നു. സോ ഓണസ്റ്റ്ലി പറയുവാണെങ്കിൽ വെൻ ഐ സ്റ്റാർട്ടഡ് ദിസ് ബിസിനസ്, ഞാൻ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു $500 എക്സ്ട്രാ ഉണ്ടെങ്കിൽ എനിക്ക് അത്രയും ആശ്വാസമായിട്ടുള്ള ഒരു ടൈമായിരുന്നു. കാരണം എനിക്ക് കുറെ ബിൽസ് ഉണ്ട്, ഡെറ്റ്സ് ഉണ്ട്, പിന്നെ സ്റ്റുഡന്റ് ലോൺസ് ഉണ്ട്. സോ സേവിങ്സ് ഒന്നും ഇല്ലായിരുന്നു. ബട്ട് ഐ സ്റ്റിൽ ഡിസൈഡഡ് ടു സ്റ്റാർട്ട് ബിക്കോസ് എനിക്ക് ആ ഒരു സെയിം ലൂപ്പിൽ തന്നെ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് സെയിം പേ ചെക്ക് ആണ് വരുന്നത്, സെയിം ബിൽസ് ആണ്. പക്ഷെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഈ ഒരു ബിസിനസ്സിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കുറെ ഡിഫറെന്റ് ഫൈനാൻഷ്യൽ ഓപ്ഷൻസ് ഉണ്ട്. സോ എനിക്ക് ഏതാണോ പറ്റുന്നത് ഫൈനാൻഷ്യലി അതെനിക്ക് സെലക്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ ടൈമിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഫസ്റ്റ്ലി ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ ടൈമാണ് ഞാൻ അനലൈസ് ചെയ്തത്. എൻ്റെ ഫുൾ ടൈം ജോലി കഴിഞ്ഞിട്ട് എനിക്ക് എത്ര ടൈം ഞാൻ വേസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ ചെക്ക് ചെയ്തത്. മെയിൻലി ഞാൻ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാനാണ് അത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ആ ഒരു ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ആ ഒരു സെയിം ടൈം നമുക്ക് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തുകൂടാ എന്നാണ് ഞാൻ വിചാരിച്ചത്. ആൻഡ് ഓൾസോ ഞാൻ പറയുവാണെങ്കിൽ ഈ ഒരു ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുവാണെങ്കിൽ ഒരു കൺസിസ്റ്റൻസി ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ബിസിനസ്സിൽ വേണ്ടത്. എന്നാലേ നമുക്ക് ആ ഒരു റിസൾട്ട്സും കണ്ടു തുടങ്ങുള്ളൂ. And it's not about having time or money, it's about having that willingness to change whatever situation you are going through. So ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു വിനീത. അതെ, നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചാണ് നമുക്ക് ടൈമും മണിയും ഒക്കെ വരുന്നത് അല്ലേ. ചിഞ്ചു ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്, ചിഞ്ചുവിന് എങ്ങനെയാണ് അവിടെ ഇപ്പൊ തന്നെ കയ്യിൽ കാണാം ഒരു കുഞ്ഞു ബേബി ആയിട്ട്. അപ്പൊ ഈ ടൈമും മണിയൊക്കെ ഉണ്ടായിട്ടാണോ സ്റ്റാർട്ട് ചെയ്തത് ചിഞ്ചു? താങ്ക് യു സോണിയ. സോ എൻ്റെ പേര് ചിഞ്ചു. ഞാനിവിടെ കാനഡയിൽ തന്നെയാണ്, കാനഡയിൽ ഒണ്ടാരിയോയിലാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് ഫാമിലി ആയിട്ട് സെറ്റിൽഡ് ആണ്. എനിക്ക് 3 കുട്ടികളുണ്ട്. സോ ഞാനൊരു സ്റ്റേ അറ്റ് ഹോം മോമാണ്. ബൈ പ്രൊഫഷൻ കസ്റ്റമർ സർവീസ് ആയിരുന്നു. ഒരു 1 year ബിഫോർ ഞാനിങ്ങനെ വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ എനിക്കും കുട്ടികളെ എല്ലാം വെച്ച് മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നപ്പം ഞാനും ഇതേപോലെ ഒരു സൈഡ് ഹസൽ പോലെയാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത്. പക്ഷേ when I was planning to start a new online business, എനിക്കും ഇതേപോലെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ടൈമും മണിയും ഒക്കെ എൻ്റെ നമ്മൾ ഈ ബ്രാക്കറ്റിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് എപ്പോഴും വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു സപ്പോർട്ടും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എൻ്റെ പറഞ്ഞ പോലെ നമ്മളുടെ റിലേറ്റീവ്സ്, ഹസ്ബൻഡൊക്കെ സ്കെപ്റ്റിക്കലായിരുന്നു. ഞാൻ എന്താ ചിന്തിച്ചതെന്ന് വെച്ചാൽ, എന്തായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ
ക്യാഷിന് വേണ്ടിയിട്ടും അതേപോലെ സമയം എങ്ങനെ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്തുകൂടാ? നമ്മൾ ട്രൈ ചെയ്യാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതിലും വേറെ ട്രൈ ചെയ്തിട്ട് നമുക്ക് പറ്റുമെന്ന് അറിയുന്നതാണല്ലോ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ ഞാൻ എൻ്റെ ടൈം വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളെ നോക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ടി വി കണ്ട് ഇങ്ങനെ സമയം കളയുമായിരുന്നു ഒത്തിരി. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ആ കിട്ടുന്ന സമയം എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തുകൂടാ? അതാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ സെയിൽസ് എക്സ്പീരിയൻസ് ഇല്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ഇല്ല, ടെക്നിക്കൽ സ്കിൽസ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എല്ലാം സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങണം. അപ്പം വിനീതയെ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ വിനീത സോഷ്യൽ മീഡിയ ആണെങ്കിലും ഞാൻ ടി വി കണ്ടുകൊണ്ടിരുന്നത്, മൂവീസ് കാണുന്നു, പിന്നെ ഈ പറഞ്ഞ പോലെ പല ഷോസ് കണ്ട് വെറുതെ സമയം വേസ്റ്റ് ചെയ്യുക. കുറേ സമയം അങ്ങനെ കളഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ആ പറഞ്ഞ ഒരു ടൈം അപ്പം നമ്മളുടെ എല്ലാവരുടെയും ടൈം ഉണ്ടായിട്ടല്ല. ഞാൻ ഈ കുട്ടികളെ നോക്കുന്ന, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, നമുക്ക് നമ്മുടേതായ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് ഒന്നും ഒരു പണി ഇല്ലാതിരിക്കുന്ന ഒരാളല്ല, ഫുൾ ടൈം ബിസി. ഞാൻ എപ്പോഴും പറയും 24/7 ഓൺ കോളിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ, വീട്ടിലെ അമ്മ എന്നുള്ളൊരു പേര്. അപ്പോൾ ഞാൻ എങ്ങനെ ടൈം കണ്ടെത്തിയെന്ന് വെച്ചാൽ എനിക്കൊരു ഫിക്സഡ് ടൈം ഇല്ല. പക്ഷെ ഞാൻ എനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ഒരു 10 മിനിറ്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ 10 മിനിറ്റ്സ് ഞാനത് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ പറഞ്ഞ പോലെ ബ്രേക്ക്, ചിലപ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ നൈറ്റ് സ്ലീപ്പ് ചെയ്യുന്നതിന് കുറച്ച് സമയമായിരിക്കാം, അല്ലെങ്കിൽ മോർണിംഗിൽ കുറച്ച് സമയമായിരിക്കാം. പക്ഷെ ഞാൻ ആ കിട്ടുന്ന ടൈം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഓരോ ഐഡിയാസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങിയതും ഈ ട്രെയിനിങ് എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് ഇതിൽ കൊണ്ടുവരാമെന്ന് എനിക്കപ്പം എന്നെ കാണുന്ന ഒത്തിരി പേര് ഈ പറഞ്ഞ പോലെ സമയമില്ല എന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും നമ്മുടെ ഒരു ലൈഫ് നമ്മൾ എങ്ങനെ നമ്മുടെ ഈ ഒരു സംഭവം ഓർഗനൈസ് ചെയ്യുന്നു എന്നുള്ളത്. സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എങ്ങനെയാണ് എൻ്റെ ഈ ഒരു ടൈം എല്ലാം മാനേജ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ചിഞ്ചു. അപ്പൊ നമ്മൾ ഈ ടൈം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലേ, നമുക്ക് എല്ലാവർക്കും ഒരു 24/7 തന്നെയാണുള്ളത്, 24 hours. അപ്പൊ നമ്മൾ ഏതിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു എന്നുള്ളത് പോലെ ഇരിക്കും നമുക്ക് ഈ ബിസിനസ് വേണോ വേണ്ടയോ എന്നുള്ളത്. സോ സിബിക്ക് എന്താണ്, ഫുൾ ടൈം പ്രൊഫഷൻ ആണ്, ആണ്. സോ എങ്ങനെയാണ് ടൈം കണ്ടെത്തുന്നത്, എങ്ങനെയാണ് ഒരു മണി സേവിങ്സ് ഒക്കെ ഉണ്ടായിട്ടാണോ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്? ആൻഡ് പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ഫസ്റ്റ്. Thank you so much, Sonia. You can hear me, right? Yeah, we can. Yeah. So basically, I'm a nurse educator here working in UK. Appo njan UK le nurse aayittu work cheythu 22 years. So a long time I've been working, and I brought my kids up, and now they are adults. So I have gone through the process of not having time to be with my kids, with their those ഗോൾഡൻ മൊമെന്റ്സ് അല്ലെ. അവർക്ക് ചിലപ്പോൾ അവാർഡ് സെറമണി ആയിരിക്കും, ചിലപ്പോൾ ക്രിസ്മസ് ഷോ ആയിരിക്കും, ചിലപ്പോൾ അങ്ങനത്തെ ചിലപ്പോൾ പേരൻസ് ഈവനിങ് ആയിരിക്കും. ആൻഡ് സംടൈംസ് ഇറ്റ്സ് ജസ്റ്റ് മീ ഗോയിങ് വിത്ത് ദം ഓർ മൈ ഹസ്ബൻഡ് ഗോയിങ് വിത്ത് ദം. It's never like the whole 4 of us together for that. So but anyway, I thought that was normal. That is how you can survive. You come to this country as an immigrant for a better life for yourself and for your children. Only to find that yes, you can have a better life, but at the expense of your family time and your own time. You don't have time to look after yourself either. അപ്പോൾ അങ്ങനെ നമ്മൾ കോൺസ്റ്റന്റ്ലി വർക്ക് ചെയ്താലേ നമുക്ക് നമ്മുടെ ബിൽസ് പേ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ. സോ ഐ വെന്റ് ത്രൂ ദാറ്റ് ഫേസ് ആൻഡ് നോട്ട് എ സിംഗിൾ ടൈം ഐ തോട്ട് ദെർ ഇസ് അനദർ വേ അറൗണ്ട് ഇറ്റ്. ആൻഡ് ദെൻ ആസ് മൈ കിഡ്സ് ബിക്കേം ആൻ അഡൾട്ട് and I started growing older, I realized like ഇനി എനിക്ക് റിട്ടയർ ആവാൻ ഇനി ഉണ്ട് ഒരു 18-20 years. Oh my God, when am I going to travel? When I'm going to see the world? Like, but then I feel like, I don't have so much of energy as I used to a couple of years ago. Appo enki ee energy ichri kuda naal kariyumbo njan travel world kaanan poyittu avada poyi irnittu orangittu kariyillallo, enki energy illa ennu paranjittu kariyilla. So I have to do it now, but how will I do it? And then at a turning point enki vannathu when my mom became unwell and I didn't have the capacity to come and look after her. I had to work to pay the bills, and I didn't have the leave to come and look after her. And being a nurse, not being able to even do that for your own parent, that was really heartbreaking.
And then I thought, ingane poya sheriyavula. I need to have an additional source of income to get some freedom for myself, so that I can have time with my parents, have time with my family, go and travel, whatever I want to do. I have that freedom. അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കി, എന്നിട്ടാണ് ഞാൻ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടത്. സോ അഗൈൻ ദ മെയിൻ ക്വസ്റ്റ്യൻ, വിൽ ഐ ഹാവ് ദ ടൈം ആൻഡ് മണി ടു ഡു ദ ബിസിനസ്? സോ ഓഫ് കോഴ്സ് ബിസിനസ് ആണ്, മണി വേണം, മണി ഇല്ലാതെ പറ്റൂല, ദാറ്റ് ഇസ് ഫോർ ഷുവർ. ബട്ട് ഓൾസോ നഴ്സ് എഡ്യൂക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് മൺഡേ ടു ഫ്രൈഡേ ഐ എം വർക്കിംഗ്. വീക്കെൻഡ്സ് ആ ഹൗസ് ഹോൾഡ് ചോഴ്സിൽ പോവും, പിന്നെ ഞാൻ ചില ദിവസം എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്യും. സോ ഐ റിയലി don't have time. പിന്നെ ഞാൻ ഈ ഇല്ലാത്ത ടൈമിൽ എങ്ങനെയാണ് ഈ ബിസിനസ്സിന് വേണ്ടി ഞാൻ ടൈം ഉണ്ടാക്കുന്നത്? വാസ് മൈ വെരി ബിഗ് ക്വസ്റ്റ്യൻ. Anyway, I wanted to try. When I spoke to people, they said it's pockets of time, and you learn, and not being a social media person. Chinju parnja pole, it was for me as well, starting from scratch about this business. But I had a very strong motivation and passion to do something different. And I came into it. There was skepticism from my family's side, but I had full faith in it, and I joined this. And how I manage it now, I think this business has given me a positive mindset. So I'm always like positive about what I'm doing, and I find time. I don't know where this time comes from. ടൈമേ ഇല്ലായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ ലൈഫ് ഇസ് സോ ഡിസിപ്ലിൻഡ്. ഐ ഫൈൻഡ് ദ ടൈം ഫോർ ദിസ് ബിസിനസ്. വെദർ ഇറ്റ് ഇസ് മൺഡേ ടു ഫ്രൈഡേ, ഐ സ്റ്റിൽ ഫൈൻഡ് ടൈം. വെദർ ഇറ്റ്സ് വീക്കെൻഡ്, ഐ സ്റ്റിൽ ഫൈൻഡ് ടൈം. ഐ എം ഓൺ ഹോളിഡേ നൗ വിത്ത് മൈ പേരൻസ് ആൻഡ് ഐ സ്റ്റിൽ ഫൈൻഡ് ടൈം. സോ അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. യു വിൽ if you have the passion, and if you can focus, and if you have a strong why you want to do this, you definitely will be able to find the time and money for it. Like, I didn't have the money, but I sourced the money. I found a way to sponsor myself into this business, and I am into it. So that's what I want to say. There is no right time. The time that you take action is the right time. നമുക്ക് ഒരിക്കലും ഒരു നല്ല സമയം വന്നിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല. നമ്മളുടെ സമയം നല്ലതാക്കണമെങ്കിൽ നമ്മൾ അത് തുടങ്ങണം. യു വിൽ ഫൈൻഡ് ടൈം ആൻഡ് മണി ഫോർ ഇറ്റ്, ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ ഈവൻ ഇഫ് യു ആർ വർക്കിംഗ് ഫുൾ ടൈം. സോ ദാറ്റ്സ് ഓൾ ഐ വാണ്ട് ടു സേ. താങ്ക് യു സോ മച്ച് സോനിയ. താങ്ക് യു സിബി. അതെ, സിബി പറഞ്ഞ പോലെ ഡിസിപ്ലിനും മൈൻഡ് സെറ്റും അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ സിബിയുടെ എക്സാമ്പിൾ തന്നെ എടുത്താൽ മതി. ഇപ്പം UK ആണ്, നാട്ടിലാണ് ഉള്ളത്. ഇപ്പം അവിടുത്തെ ടൈമും ആ ഒരു ഈവൻ വെക്കേഷനിലായിട്ട് പോലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മൈൻഡ് സെറ്റ് കാരണമാണ്. സോ അത് നമുക്ക് പറ്റാത്തൊരു കാര്യമല്ല. ആ ഒരു 15 minutes അതിനു വേണ്ടി മാറ്റി വെച്ചത് ആ ഒരു മൈൻഡ് സെറ്റ് കാരണമാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് വലിയൊരു എക്സാമ്പിൾ. സോ നമുക്ക് ഇനി പ്രീതിയുടെ അടുത്ത് ചോദിക്കാം. പ്രീതി, എന്താണ് ലൈക്ക് ടൈമും മണിയും ഒക്കെ ഉണ്ടായിട്ടാണോ ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്? ഇനിയിപ്പം എങ്ങനെയാണ്, ടൈം ഉണ്ടോ ഇതൊക്കെ ചെയ്യാനായിട്ട്, അതോ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? പ്രീതി, ആൻഡ് ഇൻട്രൊഡ്യൂസും ചെയ്യാവോ? ഓക്കെ, ഹായ്, എൻ്റെ പേര് പ്രീതി ഷിജോ. പലരും കേട്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ എന്താ പറയുക, ഇതുപോലെ വീഡിയോസൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. ഞാനിവിടെ കാനഡയിലാണ്. ലൈക്ക് ഞാനിപ്പോൾ ഒരു 7 years ആയിട്ട് കാനഡയിലാണ് വിത്ത് മൈ ഫാമിലി ആൻഡ് 2 kids. എൻ്റെ പ്രൊഫഷൻ നേഴ്സിംഗ് ആണ്. അപ്പം നമുക്കറിയാലേ, നേഴ്സിംഗ് പ്രൊഫഷനുള്ളവർ ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡ് ഹസലിൻ്റെ ആവശ്യമുണ്ടോ എപ്പോഴും പലരും ചിന്തിക്കാറുണ്ട്. പക്ഷേ നമ്മളൊക്കെ ബേൺ ഔട്ട് ആവുന്നവരാണ്, അല്ലെങ്കിൽ നമുക്കൊരു ജോലി അല്ലെങ്കിൽ ഇൻകം കൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടൈമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹസ്ബൻഡ് ആ ടൈമിൽ വർക്കിംഗ് ആയിരുന്നു. അപ്പം ട്രക്ക് ഡ്രൈവറാണ്. അപ്പം ട്രക്ക് ഓടിക്കുമ്പോൾ കാനഡയിൽ നിന്ന് US ട്രാവൽ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പം വീട്ടിലൊരാൾ വേണം എന്നുള്ളൊരു ആവശ്യം വന്നു. അങ്ങനെയാണ് ഞാൻ എന്താ പറയുക, മക്കളെ നോക്കാനായിട്ട് വീട്ടിൽ കുറച്ച് നാൾ എൻ്റെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് വീട്ടിലിരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിൽ വരുന്നത്. അപ്പം എനിക്ക് ബിസിനസ്സിൽ വരുന്നതിന് മുമ്പേ എൻ്റെ ശരിക്കും ഒരു തോട്ടായിരുന്നു, നമുക്കൊരു ടൈം അല്ലെ ഈ ഒരു ബിസിനസ്സിൽ വേണ്ട എന്താണ്, ഒരു ടൈം അല്ലെങ്കിൽ മണി വേണം. നമുക്കൊരു ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും നമുക്ക് എന്താ പറയുക, ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. അല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് ഇന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഷോപ്പിൽ ചെന്നാൽ ഒരു സാധനം നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല. അതുപോലെ ബിസിനസ് ചെയ്യാനുള്ളൊരു വലിയൊരു മൈൻഡ് സെറ്റും അങ്ങനെയൊന്നും ഇതിലല്ല തുടങ്ങിയത്. എനിക്കൊരു ചേഞ്ച് വേണം എൻ്റെ ലൈഫിൽ.
അതായിരുന്നു എൻ്റെ ഒരു തോട്ട്. കാരണം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ഫ്ലെക്സിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതാണ് ഞാൻ ആ ടൈമുമായിട്ടൊന്ന് മിക്സപ്പ് ചെയ്യുവാണ്. കാരണം ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ടൈം എനിക്ക് കിട്ടണം, അത് ഈ ബിസിനസ്സിൽ കിട്ടുന്നു എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഈ ബിസിനസ് ആയത്. അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം ഇത് ഒരു ഫുൾ ടൈംകാർക്കോ അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ നമ്മുടെ ഒരു പോക്കറ്റ്സ് ഓഫ് ടൈം അത് ഈ ബിസിനസ് ചെയ്യാനായിട്ട്. അതായിരുന്നു എൻ്റെ പ്രയോറിറ്റി. കാരണം എനിക്ക് ഇപ്പം ഞാൻ റിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജോലി ഒത്തിരി പാർട്ട് ടൈം ക്യാഷ്വലൊക്കെ ഞാൻ ചേഞ്ച് ചെയ്ത് നോക്കിയതായിരുന്നു. പക്ഷെ ആ ഹസ്ബൻഡിന്റെ എൻ്റെയും ടൈം തമ്മിൽ മാനേജ് ചെയ്യാതെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നത്. ഓൾ ഫോർ മൈ കിഡ്സ്, അതുവേണ്ടി മാത്രമാണ്. കാരണം എല്ലാവർക്കും ഡ്രീം ഉണ്ട് അല്ലേ, പല കൺട്രീസിൽ വരുമ്പോൾ ഞാൻ ഇന്ന ആളാകണം, അല്ലേ എൻ്റെ പ്രൊഫഷൻ ഇതാണ്, എനിക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യണം എന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ആ പാർട്ടിൽ ഞാൻ എന്താ പറയുക, ഒരു ഡ്രീം ഇഷ്ടം എന്നൊക്കെ പറയുന്നത് നഴ്സിംഗ് ആണെങ്കിലും പക്ഷെ എനിക്ക് അതിലോട്ട് എത്തപ്പെടാൻ പറ്റിയില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്തില്ല. അപ്പം ഞാൻ ചിന്തിച്ചു എനിക്ക് എന്താണ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ് കാണുന്നതും. ഞാൻ ബിസിനസ്സിൽ നോക്കി ഇതിന്റെ നമുക്ക് ഇൻസൈഡിൽ വന്ന് നോക്കിയ സമയത്ത് നമുക്കറിയാം ഇത് അഫോർഡബിൾ ആണ്, അല്ലാണ്ട് നമുക്ക് ഒരുപാട് പ്രൈസും അങ്ങനെയൊന്നുമില്ല ഈ ബിസിനസ്സിൽ വരാനായിട്ട്. അപ്പം നമുക്ക് വേണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു എമർജൻസി ആയിട്ട് നാട്ടിൽ ഒരാൾ സിക്കായി നമ്മൾ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോകത്തില്ലേ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ആ ഒരു മണി നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? അപ്പൊ നമുക്കൊരു എമർജൻസിയാണ്, അതൊരു നീഡാണ് എന്ന് കാണുമ്പോൾ നമുക്ക് അത് ചെയ്യാൻ ഒരു ആഗ്രഹം തോന്നും. അപ്പൊ നമ്മുടെ ആവശ്യമാണെന്ന് കണ്ട. അപ്പൊ എന്റെ മനസ്സിൽ ശരിക്കും ഞാൻ പറയുവാണ്, എന്റെ മനസ്സിൽ എനിക്ക് വന്നത് ഐ വാണ്ട് ടു ചേഞ്ച്. ഇങ്ങനെ പോയാൽ എന്റെ ലൈഫ് മുന്നോട്ട് പോകത്തില്ല, ശരിയാകത്തില്ല. അല്ലെ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് പോകും, അല്ലെങ്കിൽ എനിക്ക് ഇതിനകത്തുനിന്ന് ഒരു ഇത് വരത്തില്ല. കാരണം എന്റെ ലൈഫിൽ ഒത്തിരി ചലഞ്ചിങ് സിറ്റുവേഷൻ വന്നിട്ടുള്ളൊരു മോമാണ് ഞാൻ. അപ്പൊ അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ ഡിസൈഡ് ചെയ്യണം, എന്റെ മൈൻഡ് സെറ്റ് മാറ്റണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇതിൽ വരുവാനും നമുക്ക് ബിസിനസ്സിൽ ഇൻസൈഡിൽ വന്ന് ബിസിനസ് കാണുവാനും അങ്ങനെയാണ് ഞാൻ ബിസിനസ്സിൽ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഒരു അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് കയ്യിൽ പൈസ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല ബിസിനസ് ചെയ്യാനായിട്ട്. പക്ഷെ ഈ ബിസിനസിന്റെ പൊട്ടൻഷ്യൽ കണ്ടപ്പോൾ, അഫോർഡബിൾ ആണെന്നും കണ്ടപ്പോൾ ആണ് ഞാൻ ഈ ബിസിനസ്സിൽ ഇന്നായത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സീരിയസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കണം. അതിനുവേണ്ടി സ്മോൾ സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറാകുന്നവർക്ക് ബെസ്റ്റ് ആയിട്ടൊരു ഓപ്ഷനാണ്. കാരണം ഒരു സൈഡ് ഹസലാണ്. ഇപ്പം ഞാൻ ഈ ഒരു ബിസിനസ് മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഇപ്പൊ സിബിയുടെ കാര്യം പറഞ്ഞു. സിബി ഈസ് എ ഫുൾ ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അവർക്ക് ഈ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ ഇൻകം ആണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് ദ പോക്കറ്റ്സ് ഓഫ് ഇൻകം, എന്താ പറയുക, ഒരു ഫുൾ ടൈം ജോലിയും ഉണ്ട്, ഒരു എക്സ്ട്രാ ഇൻകം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ എന്റെ ഇതിലല്ല നോക്കേണ്ടത്. ഇപ്പൊ എത്രയോ മോംസ് ഉണ്ട് ഫുൾ ടൈം ആയിട്ട് ജോലി ചെയ്യുന്നവർ. അപ്പൊ അവരുടെ ആ ബേൺ ഔട്ട് മാറ്റണം, അല്ലെങ്കിൽ ഒരു നേഴ്സസിന്റെ ബേൺ ഔട്ട് മാറ്റണമെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റിയാലേ അതിന് എന്താ പറയുക നമുക്കൊരു ചേഞ്ചസ് വരത്തുള്ളൂ. അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയാ, ഞാൻ കണ്ടെത്തിയ ഒരു രീതി അങ്ങനെയാണ്. എനിക്ക് മാറ്റം വരണം എന്ന് തോന്നി, ഞാൻ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിൽ വരുന്നതും. നമുക്കൊന്നും എന്താ പറയാ ടൈം കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് ബിസിനസ് പറ്റത്തില്ല. പക്ഷേ നമ്മൾ കണ്ടെത്തണം. ഇഷ്ടത്തോടെ നമുക്കൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അതിനു വേണ്ടി പ്രവർത്തിക്കും. ഞാൻ അത്രയേ ചെയ്യുന്നുള്ളൂ. ഈ ബിസിനസ്സിൽ ഞാൻ കാണുന്ന ഒരു കാര്യം, നമുക്ക് എന്താ പറയാ ടൈം ഇല്ല, എനിക്ക് മണി ഇല്ല, ഇതിന് ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഒന്ന് കണ്ടു നോക്കുമ്പോഴേ അറിയുള്ളൂ ഇതിന് എത്രമാത്രം അഫോർഡബിൾ ആണ്, നിങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ ആ പാർട്ടിൽ എത്താതെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടത്തില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ആവശ്യമുള്ളവര് അല്ലെങ്കിൽ ഒരു സ്മോൾ സ്റ്റെപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ് ഇതിലൊരു മാറ്റം വരുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഫെയ്ത്ത് ആണ്. ഫെയ്ത്ത് ഷുഡ് ബി യുവർ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ ബിസിനസ്. നമ്മൾ വിശ്വാസത്തിൽ ചെയ്യണം, അത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യും. അപ്പൊ ദൈവം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെയാണ് എന്താ പറയാ, എനിക്കൊരു മിറാക്കിളായിട്ട് ഈ ബിസിനസ്സിനെ പറയാനുള്ളത്. അതുകൊണ്ട് ടൈം ഉണ്ടെന്നോ അല്ല ഈ ടൈം ഇല്ല അല്ലെങ്കിൽ എന്താ പറയാ ഇൻവെസ്റ്റ്മെന്റിന്റെ പാർട്ടിനെ ഒന്നും ഓർത്ത്, മണി പാർട്ട് ഒന്നും ഓർക്കണ്ട. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട് വരും തീർച്ചയായിട്ടും. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു പ്രീതി. അതെ, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാണെങ്കിലും ആ ഒരു ടൈം ആണെങ്കിലും മണി ആണെങ്കിലും നമ്മൾ കണ്ടെത്തും. അതാണ് പ്രീതി പറഞ്ഞത്. എക്സാക്ട്ലി അത് തന്നെയാണ്. നമ്മളിപ്പോ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും ടൈം ഉണ്ടാക്കി, നമ്മളില്ലെങ്കിൽ പൈസ ഉണ്ടാക്കി നമ്മൾ അതിലേക്ക് കൊണ്ടുവരും. ആ പൈസ എന്ന് പറയുന്നത് അത്രയും ഹ്യൂജ് എമൗണ്ട് അല്ലാത്ത കൊണ്ട് തന്നെ അത് അഫോർഡബിൾ ആണ് താനും. ഓക്കെ, നമുക്കിനി നമ്മൾ ലാസ്റ്റ് ആളെടുത്ത് ചോദിക്കാം. ജീനു ഒരു IT പ്രൊഫഷനാണ്. സോ എങ്ങനെയാണ് പൈസ ഇതിലേക്ക് വരാൻ വേണ്ടി പൈസ ഉണ്ടാക്കി വന്ന ഒരാളാണോ, ടൈം ഉണ്ടാക്കി വന്ന ഒരാളാണോ, എങ്ങനെയാണ് ജീനു ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? ഓക്കെ, താങ്ക് യു സോണിയ. അപ്പൊ സോണിയ പറഞ്ഞ പോലെ ഞാനൊരു IT പ്രൊഫഷണലാണ്. ഇപ്പൊ ഞാൻ കറന്റ് ഒരു ഡിജിറ്റൽ ബിസിനസ് ഓണറും കൂടിയാണ്.
സോ ഇപ്പം പ്രീതിയൊക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ആവശ്യം വരുമ്പോഴാണ് നമ്മൾ അതിന് വേറെ ഓപ്പർച്യൂണിറ്റീസിന് നോക്കുന്നതും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നതും. അതിന് പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ. കാരണം ഞാനൊരു 2 വർഷം മുന്നേ ഒക്കെ IT ജോലിയിൽ ഇരുന്ന സമയത്ത് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുള്ള എനിക്ക് ഇതിനൊന്നും സമയമില്ല, ഇതിനൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മണിയില്ല എന്ന് ചിന്തിച്ചിട്ട് ആ ഓപ്പർച്യൂണിറ്റിനെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞ ഒരാളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ പലപ്പോഴും ഈ എനിക്ക് സമയമില്ല, എനിക്ക് മണിയില്ല എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാതിരിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന എക്സ്ക്യൂസസ് മാത്രമാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത് എന്റെ ലേ ഓഫ് ആയ സാഹചര്യത്തിലാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം ലേ ഓഫ് ആയിരിക്കുന്ന ഒരാളുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടായിരിക്കും. സോ അപ്പൊ ഞാന് ഇതിന് എനിക്ക് അപ്പം ലേ ഓഫ് ആയ സമയത്ത് എനിക്കൊരു കാര്യം വളരെ നിർബന്ധമായിരുന്നു. ഇനി എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വരാൻ പാടില്ല. ഐ ഷുഡ് ഹാവ് എ പ്ലാൻ ബി ഇൻ മൈ ലൈഫ്. ആ ഒരു വലിയൊരു മോട്ടിവേഷന്റെ പുറത്താണ് ഞാൻ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിനെ എക്സ്പ്ലോർ ചെയ്യുന്നതും. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഇത് നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ് ആണ്, എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ബിസിനസ് ആണ്, എന്റെ സാഹചര്യത്തിനനുസരിച്ച് എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ ചൂസ് ചെയ്യുന്നു, എന്റെ സേവിങ്സ് ചെയ്യുന്നു. പിന്നെ വിനീത നേരത്തെ പറഞ്ഞത് കുറെ ഫിനാൻഷ്യൽ ഓപ്ഷൻസ് നമുക്കുണ്ട്, അതെല്ലാം വെച്ചിട്ടാണ് ഞാൻ എന്റെ പൈസ കണ്ടെത്തിയത്. ഓക്കെ, സോ അങ്ങനെയാണ് എന്റെ മണി എങ്ങനെയാ ഹാൻഡിൽ ചെയ്തതെന്ന് ഞാൻ പറയുന്നത്. ഇനി ടൈമിന്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ അതും നമുക്ക് ഇഷ്ടമുണ്ട്, നമുക്ക് വളരെയധികം ആഗ്രഹമുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരിക്കലും നമുക്ക് സമയമില്ല നമ്മൾ പറയില്ല. കാരണം ഇപ്പൊ ഞാനിപ്പം IT ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ഞാൻ ബാക്കിയുള്ള സമയം ഞാൻ എന്ത് ചെയ്യും, ഇതുപോലെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ വല്ല സിനിമ കാണും, അല്ലെങ്കിൽ സീരീസ് കാണും. അങ്ങനെയൊക്കെയാണ് എന്റെ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ എന്റെ ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതുവരെ സോഷ്യൽ മീഡിയ പറഞ്ഞിട്ടില്ല, ഞാൻ പ്രഗ്നന്റ് ആണ്. അപ്പൊ ഞാൻ എന്റെ പ്രഗ്നൻസിയുടെ കാര്യങ്ങളും പിന്നെ ആണെങ്കിൽ എനിക്കൊരു 7 വയസ്സുള്ള മകളുണ്ട്. അപ്പം ഞാൻ ഫാമിലിയുടെ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഞാൻ ഫുൾ ടൈം ആയിട്ടൊരു കോഴ്സ് പഠിക്കുന്നുണ്ട്, നോട്ട് ഇൻ എ ഡിഫറെന്റ് കരിയർ, എന്റെ IT കരിയറിലും അല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ ഞാൻ ഇഷ്ടത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് സമയം കണ്ടെത്താൻ പറ്റുന്നുണ്ട്. അതാണ് അതിന്റെ സത്യം. ഇപ്പൊ എല്ലാവരുടെയും സിറ്റുവേഷൻ ഡിഫറെന്റ് ആണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ. എല്ലാവരും അവരവരുടെ സിറ്റുവേഷൻസ് വെച്ച് പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. അപ്പം സമയമില്ല എന്നുള്ളത് ജസ്റ്റ് ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരാതിരിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് ആയിട്ടാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ സാഹചര്യം. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ എന്റെ സമയവും എന്റെ മണിയും ഞാൻ കണ്ടെത്തിയത്. ഇനി അതുപോലെ തന്നെ ഇപ്പം ഫാമിലി സപ്പോർട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം എന്റെ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം ഇത് ഫുള്ള് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണ്ട, നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഫുൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴേ നമുക്ക് ഇതിന്റെ പൊട്ടൻഷ്യലും ഇതെങ്ങനെ നമുക്ക് എത്ര ചെറിയ കോസ്റ്റിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റത്തില്ല. അപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡും കൂടി ഇരുന്നിട്ടാണ് ഇത് ഫുള്ള് എക്സ്പ്ലോർ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് തന്നെ എനിക്കൊരു സപ്പോർട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ നമ്മുടെ സ്പൗസിനെയും കൂടെ ഇരുത്തി ഇത് ഫുള്ള് കാണിച്ച് ചെയ്യാമെന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. പക്ഷെ എല്ലായിടത്തും അത് വർക്ക്ഔട്ട് ആവില്ല, ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പക്ഷെ അതൊരു ഓപ്ഷൻ ആണെന്ന് ഞാൻ പറയായിരുന്നു. അപ്പം നമുക്ക് ഇപ്പം സിബി ആണെങ്കിലും ചിഞ്ചു ആണെങ്കിലും അവരെല്ലാം അത്രയും സപ്പോർട്ട് ഇല്ലാതെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നവരാണ്. അപ്പൊ മനസ്സിൽ നമുക്കൊരു വില്ലുണ്ട്, നമുക്ക് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോണിയ. ഓക്കെ ജീനോ, താങ്ക് യു സോ മച്ച്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്തിനാണ് നമ്മളൊക്കെ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ കയ്യിൽ കുറേ പൈസ ഉണ്ടായിട്ട് അയ്യോ ഇനി എന്ത് ചെയ്യും ഈ പൈസ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമ്മൾ തുടങ്ങിയതല്ല ഈ ഒരു ബിസിനസ്. നമ്മൾ ഓഫ്കോഴ്സ് ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പ്രയോറിറ്റൈസ് ചെയ്യണം. നമ്മുടെ ഒരു ലൈഫ് ഒന്ന് മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വഴി കണ്ടെത്തും. നമ്മൾ അതിന് പകരം ഒരു ബൊട്ടീക്ക് തുടങ്ങാനോ ഇല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പല വലിയ എമൗണ്ടിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ചിലപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഒരു ആഗ്രഹം ഉണ്ട്, പക്ഷെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളവർക്ക് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി മുമ്പിൽ കൊണ്ടുവെക്കുകയാണ്. നമുക്ക് ഈ ഒരു ഇത്ര ചെറിയ എമൗണ്ടിൽ ഇത്രയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, ഇത്രയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ ലൈഫ് ഒന്ന് മാറ്റണം, നമുക്ക് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യണം, നമുക്ക്
എക്സ്ട്രാ ഇൻകം വേണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിൽ തരുന്നത്. ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ഇപ്പൊ പറഞ്ഞ മാതിരി എല്ലാവർക്കും ചെറിയ എമൗണ്ടിലും വലിയ എമൗണ്ടിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഇതിലുണ്ട്. ഏതാണ് വേണ്ടത് എന്ന് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. നിങ്ങളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. അപ്പൊ നിങ്ങൾക്കാണ് അറിയുക ഏത് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ് എടുക്കേണ്ടതെന്ന്. അതിനുള്ള ഓപ്ഷൻ അത് പറഞ്ഞു തരാനും ആ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാനും ആണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. സോ ആ ഒരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടോ? അതോ നല്ല കംഫർട്ട് സോണിൽ ഇരിക്കുകയാണോ? ഓക്കെ, എനിക്ക് ടൈം ഉണ്ട്, പക്ഷെ എനിക്ക് പണിയെടുക്കാൻ വയ്യ, നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്തിരിക്കണം എന്നാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളവർ വന്നിട്ടേ കാര്യമില്ല. അല്ല, എനിക്ക് മാറണം എന്നാണെങ്കിൽ ആ പൈസ കണ്ടെത്താൻ എങ്ങനെയാണ് എന്നുള്ളതും ആ ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതും നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യും. എങ്ങനെ ഞാനിപ്പം സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് കുറെ പൈസ ഉണ്ടായിട്ടല്ല, എനിക്ക് വന്നിട്ട് തന്നെ 2 കൊല്ലം ആയിട്ടുള്ളൂ കാനഡയിൽ. ആ ഒരു സമയം കൊണ്ട് ഞാൻ 1 കൊല്ലം മുമ്പാണ് സ്റ്റാർട്ട് ചെയ്തത്, 1.5 കൊല്ലം മുമ്പ്. സോ ആ സമയത്ത് കുറച്ച് നുള്ളിപ്പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്ന സേവിങ്സ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സോ സേവിങ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പൊട്ടൻഷ്യൽ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ആ സേവിങ്സ് അവിടെ തന്നെ ഭദ്രമായിട്ട് വെക്കും. ഇറ്റ്സ് എൻ ഇൻവെസ്റ്റ്മെന്റ്. അത് നമുക്ക് കൂട്ടാനാണ് നോക്കുന്നത്. അവിടെ തന്നെ വെച്ചിരുന്ന അത് തന്നെ കൂടില്ല. അപ്പൊ അതെടുത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് കൂട്ടാൻ നോക്കുന്നു, ആ മണീനെ ബുദ്ധിപൂർവ്വം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുന്നു. അപ്പൊ അത് ചെലവാക്കലല്ല, ഇറ്റ്സ് എൻ ഇൻവെസ്റ്റ്മെന്റ്. അതിനാണല്ലോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, അത് കൂട്ടാൻ വേണ്ടിയിട്ട്. സോ അത് നിങ്ങൾക്കാണ് അത് വേണ്ടത്. ഇപ്പൊ കംഫർട്ട് സോണിലായിരിക്കുന്ന എല്ലാം ഓക്കെയാണ്, എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡോണ്ട് ഡു ദിസ്. അല്ല, നിങ്ങൾക്ക് ഇത് മാറ്റണം, നിങ്ങളുടെ ലൈഫ് ഒന്ന് മാറണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെയൊക്കെ നമ്മൾ ആർക്ക് വേണമെങ്കിലും നമ്മളെ അടുത്ത് കോൺടാക്ട് ചെയ്യാം. പിന്നെ ടൈമിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ സ്ക്രോൾ ചെയ്യുന്ന ടൈം മതി എന്ന് എല്ലാവരും പറയുന്നുണ്ട്. സോ അഫ്കോഴ്സ് അതാണ്, എല്ലാവരും പ്രൊഫഷണൽ ഇരിക്കുന്ന ആൾക്കാരാണ്, നമുക്കും 24 hours ആണ് തന്നെയാണ് ഉള്ളത്. ഇത് പ്രയോറിറ്റൈസ് ചെയ്യുമ്പം നിങ്ങൾ ഇഷ്ടത്തോടു കൂടെ ചെയ്യുമ്പോൾ റീൽസ് കാണാൻ വേണ്ടി നമ്മൾ ടൈം എങ്ങനെ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പേ ഒന്നും അത് കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. ആ ഒരു പ്രയോറിറ്റൈസ് ചെയ്യുന്ന ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അത് മതി ഒരു ബിസിനസ്സിന്. സോ അതെല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇത്രയും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു. നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്. നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ക്യൂരിയസോ സീരിയസോ ആണെങ്കിൽ ഞങ്ങളെ മെസ്സേജ് ചെയ്യാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്, ആരെ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. സോ അപ്പം നമുക്കിനി അടുത്തൊരു ഡിസ്കഷനുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. Have a great day. Bye.